കൂട്ടുകാരെ, ഞാനേ മുളക് വറുത്ത പുളി ഉണ്ടാക്കാൻ പോവുക കേട്ടോ. പാലക്കാടന്മാർ മുളക് വറുത്ത പുളി ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. കുറച്ച് മുളക് വെള്ളം ഉണ്ടാക്കണം, മുളക് പുളി. അതാണ് അതിൻ്റെ കൂട്ട്. കുറച്ച് വെള്ളം ഉണ്ടാക്കുന്നത് കാരണം കുറച്ച് സാധനങ്ങളെ എനിക്ക് ചേർത്തിട്ടുള്ളൂ. കുറച്ച് ഉലുവ, ഉണക്കമുളക്, കരുവേപ്പില. ഈ കരുവേപ്പില വീടിൻ്റെ പിൻഭാഗത്ത് ചെറിയ ചെടിയാണേ, ദിവസം പോയി വലിക്കുന്നത് കാരണം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. കരുവേപ്പില, പച്ചമുളക്, ചെറിയ ഉള്ളി, കടുക്. മുളക് വറുത്ത പുളി ഉണ്ടാക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സാധനമാണ് ചോറ് ഉണ്ണുമ്പോൾ മുളക് വറുത്ത പുളി. കടപ്പുറവിടെ പൊട്ടുന്നു. ഈ മുളക് വറുത്ത പുളി നമ്മൾ ചോറ് ഉണ്ണുന്നുണ്ടല്ലോ, ആ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്നുമില്ലെങ്കിൽ മാന്തള മീനുണ്ടല്ലോ, അത് വറുത്തത്, അല്ലെങ്കിൽ സ്രാവ് മീനുണ്ടല്ലോ, ഉണക്ക സ്രാവ് മീൻ വറുത്തത്. ഇതൊക്കെ അതിന് വേണം. ആ സംഭവം ഓക്കെയായി. എന്താ പറയുക, കുറേ ഒരു മുളക് വറുത്ത പുളി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. എൻ്റെ കാരം വരാൻ തുടങ്ങിയിട്ടോ. എനിക്ക് തുമ്മലൊക്കെ അമ്മേ തുമ്മലൊക്കെ വന്നു കേട്ടോ, കാരം കയറിയിട്ട്. മുളക് വറുത്ത പുളി ഉണ്ടാക്കിയിട്ട് വേണം നന്നായിട്ട് ഭക്ഷണം കഴിച്ചോറിനാൻ. കാരം പച്ചമുളകിൻ്റെയും അതൊക്കെ കൂടി ആയപ്പോൾ ഒരു കാരം, ഭയങ്കര കാരം. ഞാൻ പുളിവെള്ളം ഒഴിക്കുക കേട്ടോ കൂട്ടുകാരെ, നോക്കുക കേട്ടോ. മുളക് വറുത്ത പുളി ഞാൻ നല്ല പുളിപ്പുള്ള പുളി ആയതുകൊണ്ടേ കുറച്ച് പുളി ഒഴിച്ചിട്ടു കേട്ടോ. ഈ കൊല്ലത്തെ പുളിയാണ്, അത് കാരണം അതിൻ്റെ ഒരു കളറ് വന്നില്ല. പഴയ പുളിയാണെങ്കിൽ കളറ് വരുമായിരുന്നു. ഈ മുളക് വറുത്ത പുളി കൂടെ എന്താ പറയുക, ചോറിൽ മുളക് വറുത്ത പുളിയും ചോറിൽ കൂടെ കൂട്ടി കഴിക്കാൻ വേറൊരു കൂട്ട് എന്താണെന്നറിയുക, കാണിച്ചു തരാം. നോക്കിക്കോട്ടോ. മുട്ട ഓംപ്ലേറ്റ് കണ്ടോ. ഈ മുളക് വറുത്ത പുളിയും മുട്ട ഓംപ്ലേറ്റും കൂടെ ആയിട്ട് വേണം സൂപ്പറായിട്ട് ഉച്ചയ്ക്ക് ചോറിനാൻ.